ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട് തന്നെ. ആഹാ! എന്തൊരനുസരണ. പറഞ്ഞ പോലെ തന്നെ വന്ന് നിന്നു. ഇത് നമ്മുടെ കാറിലുണ്ടായിരുന്ന എയർ ഫ്രഷ്‌നറിൻ്റെ പാത്രമാണ് ട്ടാ. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ ആണ് ട്ടോ വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലേ വേണം. അപ്പോൾ ഞാൻ ആദ്യം ക്ലേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്ലേ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കോൺഫ്ലോർ, 1 കപ്പ് ഫെവിക്കോൾ, 2 ടീസ്പൂൺ ഓയിൽ, 2 ടീസ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഫെവിക്കോളും ഓയിലും വിനാഗിരിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം എല്ലാതും കൂടിയിട്ട് മിക്സായിട്ട് വേണം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കട്ട പിടിക്കണ പോലെ തോന്നും. അപ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പാകം വരുമ്പോൾ അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ചൂടൊന്ന് കുറച്ച് ആറിക്കഴിയുമ്പോൾ ഞാനിവിടെ ഒരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ച് വാസലിൻ പരട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കുഴക്കില്ലേ, അതേപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴയ്ക്കുക. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ടിയർ ഡ്രോപ്സ് പോലെയൊക്കെ ആവില്ലേ, അതാണ് അതിൻ്റെ ഭാഗം. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലിട്ടിട്ട് എടുത്ത് വെക്കുക. ഒരുവിധം എല്ലാവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു മാത്രം. ഒരു കുക്കിംഗ് ചാനലിൽ ചേട്ടൻ പറയില്ലേ, നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാമെന്ന്, അതേപോലെയാണ് കേട്ടോ. ആ ക്ലേയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി ആക്കിയെടുക്കില്ലേ, അങ്ങനെ ആക്കിയെടുത്തിട്ട് അതൊന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊരു കയറ് പോലെ തോന്നിപ്പിക്കണ പോലെ അങ്ങനെ ചുരുട്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചുരുട്ടുമ്പോൾ പൊട്ടിപ്പോവും, സാരില്ല, നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞിട്ടുള്ള നമ്മുടെ പാത്രമില്ലേ, അതെടുത്തിട്ട് ഫെവിക്കോളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഈ നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ക്ലേ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഒട്ടിക്കുമ്പോഴും ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പോവും, പക്ഷേ സാരില്ല, നമുക്ക് ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് ഉണങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ മുകൾ ഭാഗത്തെത്തുമ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇങ്ങനെ ഇത്തിരി മൂർച്ചുള്ള ഭാഗത്തൊക്കെ നമ്മൾ ആ ക്ലേ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത്തിരി വണ്ണത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ചുരുട്ടിയിട്ട് നമ്മളൊരു വയർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കണം. നമുക്കൊരു പിടിക്കാനായിട്ടൊരു വള്ളി വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ സാധനം. അങ്ങനെ നമ്മൾ ആ വയറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള വയറിൻ്റെ കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ കുത്തി നിറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വള്ളി പോലെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് 2 സൈഡിലും ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് പച്ച കളറുള്ള ക്ലേ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗോൾഡൻ കളറുള്ള അക്രിലിക് പെയിൻ്റാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് ഡസ്റ്റായിരുന്നു കേട്ടോ. അക്രിലിക് ഡസ്റ്റായിരുന്നേ. അത് ഇപ്പോൾ തുറന്നപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലാവണത്. അത് കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇതുവരെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് തുറന്നപ്പോഴാണ് ഇത് ഡസ്റ്റാണെന്നുള്ള കാര്യം മനസ്സിലായത്. ഡസ്റ്റ് ആയാലും വേണ്ടില്ല, അതെടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് അടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവൻ ആ ഡസ്റ്റ് പടർന്നു കേട്ടോ. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലേയിൽ കുറച്ച് പിങ്ക് കളറും പിന്നെ അതിൻ്റെ പല ഷെയ്ഡുകളായിട്ടും പിന്നെ ഒരു മെറൂൺ കളറും ഡാർക്ക് ഗ്രീൻ കളറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ കുറച്ച് പൗഡർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് പരത്തിയത്. പക്ഷേ ഒട്ടിപ്പിടിക്കില്ലായിരുന്നു. ഞാൻ ഇനി ഒട്ടിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൗഡർ ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കണ സാധനം വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത് കേട്ടോ. ആ എല്ലാ ക്ലേ വെച്ചിട്ടും ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത്. നമ്മുടെ ബാസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ട് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടിയും ടിഷ്യൂ പേപ്പർ ഉള്ളിൽ വെച്ചിട്ട് ആ ഗ്രീൻ ക്ലേ മുകളിൽ വെച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും ഒട്ടിക്കേണ്ടി വന്നില്ല, കുറച്ചൊക്കെ ബാക്കിയായി പോയിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അടുത്ത വീഡിയോയിൽ എൻ്റെ പേരൊന്ന് പറയുമെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ പേര് ജുഹൈമ എന്നാണ്. അപ്പോൾ ഹായ് ജുഹൈമ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ടൂള് വെച്ചിട്ട് ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുഴി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ക്ലേ എടുത്തിട്ട് ലീഫ് പോലെയും അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ കളറിലുള്ള 3D പേസ്റ്റ് എടുത്തിട്ട് ആ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഡോട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.